റുഫിറൻഷി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചുമ്മാ ഒരു സ്നാക്സ് അല്ല, ബെറ്റിൽ തോറ്റ വകയായിട്ട് ജയിച്ച ആൾക്ക് ഞാൻ കൊടുക്കുന്ന ട്രീറ്റാണ്. അപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള 3 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിരുന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് കേട്ടോ. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ ഫസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് മക്രോണി കേക്കാണ്. മക്രോണി കേക്ക് എന്ന് പറയുമ്പോൾ മധുരമുള്ള സ്വീറ്റായിട്ടുള്ള മക്രോണി കേക്കാണ്. അപ്പോൾ ഒരു സ്വീറ്റും 2 സ്പൈസിയും ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ഞാൻ മക്രോണി നന്നായിട്ട് വേവിക്കുന്നുണ്ട്. നന്നായിട്ട് വേവിച്ചിട്ട് മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു 5 മുട്ടയാണ് എടുത്തത്. അപ്പം നമുക്ക് ആവശ്യത്തിന് മുട്ട എത്ര വേണോ അത്രയും എടുക്കാം. ഞാൻ 5 മുട്ട എടുത്ത് ഒന്ന് നന്നായിട്ട് സ്പൂണ് വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം വേവിച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് നെയ്യിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഞാൻ ഈ നെയ്യാണ് ഉപയോഗിച്ചത്. നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കൂടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ ആദ്യം ഇത് 2 സ്പൂണ് പാനിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ചൂടായി വരുമ്പം കിസ്മിസ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് വാട്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിൽ ഒഴിച്ചെടുക്കാൻ പോവാണ്. ഏകദേശം നമ്മുടെ മക്രോണി കേക്ക് വെന്ത് വരുമ്പോഴാണ് ജസ്റ്റ് നമ്മൾ വാട്ടി മാറ്റി വെച്ച കിസ്മിസും അതുപോലെ നെയ്യും ഒഴിച്ചു കൊടുക്കേണ്ടത്. സംഭവം ഞാനൊന്ന് ജസ്റ്റ് നന്നായിട്ട് വെന്തുപോയി. അപ്പോൾ ഇട്ട് കൊടുക്കാൻ ഇത്തിരി ലേറ്റായി. കഴിയുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിസ്മിസ് ഇതിലൊന്ന് സെറ്റാവും. അപ്പം നമ്മളിത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ മക്രോണി കേക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഐറ്റം എന്താണെന്ന് നോക്കാം കേട്ടോ. അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് പോക്കറ്റ് ഷവർമയാണ്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഞാനൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് വെച്ച ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോൾട്ടും ഒനിയനും തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം ആ പച്ചമണം ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. എന്തായാലും എനിക്കത് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓയിലും മുട്ടയും സോൾട്ടും അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് കൂടി മിക്സ് ചെയ്ത് ഞാനൊരു മയണൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ വെജിറ്റബിൾ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ബ്രൗൺ ബ്രെഡ് ആണ് എടുത്തത്. ബ്രൗൺ ബ്രെഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് എഗ്ഗിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പൊരിഞ്ഞു വന്നതിന് ശേഷം ഞാൻ സോസേജ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. നമ്മുടെ ബ്രെഡ് പോക്കറ്റിൽ വെക്കുന്നത് ഞാൻ ചിക്കൻ അല്ല കേട്ടോ. അപ്പം ഞാൻ സോസേജ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. സോസേജ് ആണ് ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നത്. അപ്പോൾ ബ്രെഡ് പൊരിച്ചതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഷവർമൻ്റെ ബാറ്റർ ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ സോസേജും ഇട്ടാൽ നമ്മുടെ ചെറിയൊരു തട്ടിക്കൂട്ട് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ്. പക്ഷേ ഇത് കുറച്ച് ഡേഞ്ചറാണ്. ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ പേടിച്ചാണ് ഉണ്ടാക്കുന്നത്. കാരണം എഗ്ഗ് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു പൊട്ടിത്തെറിക്ക് സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ മുട്ടച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഞാൻ ഒരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട തോല് പൊളിച്ചെന്ന് ഇങ്ങനെ സെൻട്രലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ചമ്മന്തിൻ്റെ മിക്സ് ഇതിൽ ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ എല്ലാ മുട്ടയും ഇങ്ങനെ സെൻട്രലാക്കി ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചമ്മന്തി കുറച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് പിടിപ്പിക്കാം. ഇനി ഞാൻ മുട്ടച്ചമ്മന്തി പൊരിക്കാനുള്ള മാവാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് ചെറിയൊരു പാത്രത്തിൽ കുറച്ച് മൈദയും കുറച്ച് ഉപ്പിട്ടൊന്ന് കലക്കിയിട്ടത് ജസ്റ്റ് ഒരു ചെറിയൊരു ഈ ഒരു ടെക്സ്ചറിലുള്ളൊരു പേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചമ്മന്തി വെച്ച മുട്ട ജസ്റ്റ് എടുത്ത് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ഈ മൈദയുടെ ഈ ഒരു പേസ്റ്റ് ആയതിനു ശേഷം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ എണ്ണ അത്ര ചൂടായിട്ടില്ല. അപ്പോൾ കഴിയുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനങ്ങനെ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച്
ശ്രദ്ധിക്കണം, കാരണം ഇത് മുട്ടയുടെ ഉണ്ണി ഉള്ളതുകൊണ്ട് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഭയങ്കര കെയർ ആയിട്ട് ചെയ്യണം ഇത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ് ഈ ചമ്മന്തിയും മുട്ടയും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ 3 മുട്ട ചമ്മന്തിയും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചധികം മുട്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കുറച്ചധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാം പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. കൂടുതൽ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് എന്നെ കഴിക്കണം. അപ്പം നമ്മളിത് കഴിക്കാൻ പോവാണ്. അടുത്ത ഐറ്റമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.